അപ്പൊ നമ്മള് ഇപ്പോ ബിജന്റെ വീട്ടിലാണ്. ബിജന്റെ ക്രിബ് കണ്ടാലോ, ഒരു അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ കൂടി പോവാം. കാണും. അപ്പൊ നമുക്ക് ബിജോട് ചോദിക്കാം, ബിജേട്ടാ ഇത് എത്ര നാളെടുത്തു ഇത് ചെയ്തു തീർക്കാൻ വേണ്ടി? ഇത് ഏകദേശം ഒരു 10-15 ദിവസം എടുത്തു. ഓക്കെ, അത് ഏതൊക്കെ സമയത്താണ് ബിജേട്ടൻ വർക്ക്? സമയം മിക്കവാറും ഫുൾ നൈറ്റ് ആണ്. നൈറ്റ് വർക്കാണ് ഫുള്ള് ഡെയിലി വർക്കുണ്ട്. പിന്നെ പള്ളിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ. രാത്രികളിലൊക്കെ അതെ അകമ്പടി വാങ്ങണം. പിന്നെ നമ്മുടെ വാർഡിന്റെ സ്റ്റാർ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നല്ലോ. ഓരോരോ പരിപാടികൾ കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി ഫ്രീ ആവുമ്പോ അങ്ങനെ ചെയ്ത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചതെന്ന് പറയാമോ? ഈ വീടിനും വീട് ഫസ്റ്റ് കാർബോർഡ് ഇട്ടു. കാർബോർഡിന് മേലെ തെർമോക്കോൾ ഇട്ടു. തെർമോക്കോളിന് മേലെ വൈറ്റ് സിമെന്റ് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്തു. ഇതാണ് വീടാണ്. ഈ വീടിന്റെ തൊഴുത്തായിട്ടാണ് അതിനെ പണിതിരിക്കുന്നത്. അതായത് പശു നിൽക്കുന്ന തൊഴുത്ത്, അതിന്റെ പുല്ലിടുന്ന തൊട്ടില്, പിന്നെ അതിന്റെ മേലെ വിറകടുക്കി വെച്ചിട്ടുണ്ട്. പശുവിന് തിന്നാനുള്ള പുല്ല് മേലെയുണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഒരു അരുവി ഒഴുകി വരുന്നുണ്ട്. ആ തൊഴുത്തിന്റെ സൈഡിൽ കൂടെ അരുവിയുടെ ഇടയിൽ ഒരു പുകയൊക്കെ വരുന്നുണ്ടോ എന്ന് പറയാമോ? അത് നമ്മള് മഞ്ഞും തണുപ്പൊക്കെ ഉള്ളപ്പോ സമയമാണല്ലോ. അതെ സമയമുണ്ടല്ലോ. അപ്പൊ പഴയ അതെങ്ങനെ ഇത് ചെയ്തെന്ന് പറയാമോ? അതിന്റെ അതെങ്ങനെയാണ്? അത് പുക വരുന്നത് ഒരു വെള്ളത്തിന് അടിയിൽ ഇടുന്ന ഒരു മെഷീനാണ്. സ്മോക്കിംഗ് മെഷീൻ ചെറിയ. അതിൽ നിന്നാണ് ആ പുക വരുന്നത്. അപ്പൊ ആ വെള്ളത്തിന്റെ ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പുക വരുള്ളൂ. കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാലും വരത്തില്ല, കുറച്ച് വെള്ളം ആയി കഴിഞ്ഞാലും വരത്തില്ല. ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ക്രിബിന് വേണ്ടിയുള്ള രൂപങ്ങളൊക്കെ മേടിച്ചു, വലിയ രൂപങ്ങളാണല്ലോ. ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? ഈ രൂപം മേടിച്ചത് പിന്നെ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ്. ഇത് 2.5 അടിയുടെ രൂപമാണ്. 2.5 അടിയുടെ രൂപം എന്റെ അടുത്ത് 1.5 അടിയുടെ രൂപമാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ നാട്ടിൽ കൊണ്ടുപോയി. അത് നാട്ടിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ 2.5 അടിയുടെ രൂപം വാങ്ങി. അങ്ങനെ 2.5 അടിയുടെ രൂപ ആയതുകൊണ്ട് പണ്ടൊക്കെ ഫുള്ള് റൂം എടുത്താണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സിറ്റൗട്ടിലേക്ക് ബാൽക്കണിയിലേക്ക് മാറ്റിയപ്പോൾ ഈ രൂപം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യാന്ന് വളരെ ഒരു ഇതായിരുന്നു. അതിനനുസരിച്ച് രൂപത്തിനനുസരിച്ച് ആദ്യം യേശുപിതാവിനെ മാതാവിനെ ഉണ്ണീശ്വരനെ വെച്ചിട്ട് അതിന്റെ ഹൈറ്റിനനുസരിച്ച് തൊഴുത്തുണ്ടാക്കിയിട്ട് അതിന് മാച്ചിങ് ആയിട്ട് ഹൗസ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഏഞ്ചലിനെ വെക്കാൻ വേണ്ടി അതിന് വീടുണ്ടാക്കിയപ്പോൾ തന്നെ ഒരു സ്റ്റാൻഡ് അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് അതെ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് വെച്ചാണ് എല്ലാം ചെയ്തത്. ഓരോന്ന് വെക്കുമ്പോൾ പിന്നെ രാജാക്കന്മാരെ വെക്കുന്ന സമയത്ത് മാത്രം എനിക്ക് കുറച്ച് എൻ്റെ പ്ലാനിങ് തെറ്റിപ്പോയി. ഹൈറ്റ് പിന്നെ ഉണ്ണീശോയെയും യേശുപിതാവിനെയും മാതാവിനെയൊക്കെ വെച്ചതിന്റെ ഹൈറ്റിന്റെ ലെവലിൽ ചെറിയ വ്യത്യാസം. അതെ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിന്റെ സ്റ്റെപ്പ് അടിച്ചിരുന്ന ഫ്ലൈവുഡ് കട്ട് ചെയ്ത് അതായത് ഡൗൺ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് നടന്നു പോവാം. അത് നടന്നു പോവാം. അത് അത്ര സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിജേട്ടാ എത്ര നാളായിട്ട് ഇങ്ങനെ ചെയ്ത് ക്രിസ്മസിന്റെ സമയത്തൊക്കെ? ക്രിസ്മസ് ഞാൻ ചെറുപ്പത്തിലോട്ട് ചെയ്യുന്നതാണ്. ക്രിസ്മസ് എനിക്ക് ഭയങ്കര ഹരമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും മിക്കവാറും എല്ലാ വർഷവും എനിക്ക് തന്നെയാണ് സമ്മാനം. ചർച്ചിലെ സമ്മാനം എനിക്കാണ്. പിന്നെ ചെറുപ്പത്തിൽ തൊട്ട് മിഷലിനും പിന്നെ യൂത്തിന്റെ പരിപാടിക്കും കേസുവൈമും എല്ലാം സഹായിക്കും. അങ്ങനെ പുള്ളിക്ക് ക്രിസ്മസിന്റെ സമയത്ത് ഇത് വളരെ ഭംഗിയായിട്ട്. പിന്നെ ക്രിസ്മസിനാണ് എന്റെ അരണമോള് ജനിച്ചത്. അതുകൊണ്ട് ഞാൻ ക്രിസ്മസിന് നന്നായിട്ട് ഉണ്ടാക്കും. ക്രിസ്മസ് എനിക്കൊരു ഹരമാണ്. എത്ര രാത്രി വേണേലും ഉറക്കളച്ച് അങ്ങനെ ചെയ്യും. 26-നാണ് മോള് ജനിച്ചത്.
ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.